ശബ്ദപരിധിക്കുള്ളിൽ അവിടെ എവിടെയായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾക്കും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ വളരെ സന്തോഷകരമായ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ ആഘോഷിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയാണ് ക്രിസ്മസ് വാരം എന്ന് അറിയപ്പെടുന്ന ഈ ആഴ്ച. ലോകത്തിന്റെ 5 വൻകരകളിലും മനോഹരമായിരിക്കുന്ന കാലാവസ്ഥയും പ്രപഞ്ചം മുഴുവൻ വർണ്ണശബളിതമായി നക്ഷത്രങ്ങളാൽ ലൈറ്റുകളാൽ അലങ്കൃതമാക്കി ലോകം മുഴുവൻ സന്തോഷിക്കുന്ന ഈ മനോഹരമായിരിക്കുന്ന ഈ ഓർമ്മയെ അതിന്റെ ആത്മീകമായ അർത്ഥത്തെ വളരെ പരിമിതമായ വാക്കുകൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ കർത്താവായ യേശു മനുഷ്യനായി അവതാരം ചെയ്തു. ദൈവത്തിന്റെ മനുഷ്യ പ്രത്യക്ഷതയാണ് ലോകരക്ഷിതാവായ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തു എന്ന് പറയുന്നയാള് ഒരു യാദൃച്ഛിക പുരുഷനായി ഈ ലോകത്ത് രംഗപ്രവേശം ചെയ്ത വ്യക്തിയല്ല. കർത്താവായ യേശുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും അത് പ്രസംഗിക്കാനുള്ള സന്ദേശം ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങളെ ഭാഗ്യപരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറാക്കുന്നില്ല. 10-12 മിനിറ്റുകൾ കൊണ്ട് ഞങ്ങളുടെ സന്ദേശം സംക്ഷിപ്തമായി നിങ്ങളെ അറിയിപ്പാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു. യേശു ക്രിസ്തു ആരിൽ ജനിക്കും, യേശു ക്രിസ്തു എവിടെ ജനിക്കും, യേശു ക്രിസ്തു ഏത് സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് കടന്നു വരും, യേശു ക്രിസ്തു ഏത് പുരുഷ കേസരിയുടെ വംശാവലിയിലാണ് അവതാരം ചെയ്യാൻ പോകുന്നത്, യേശുക്രിസ്തു ജനിക്കുന്ന ചരിത്രത്തിന്റെ നിർണായകമായ സമയ ഘടികാരം എന്താണ്, അതുപോലെ തന്നെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ എന്തിനു വേണ്ടിയാണ് ജനിക്കുന്നത്, തന്റെ ജന്മത്തിന്റെ വിധം എങ്ങനെയാണ്, ഇത്യാദി വിഷയങ്ങളെല്ലാം ക്രിസ്തു ജനിക്കുന്നതിന് സുമാർ 1000-2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക വരേണ്യന്മാരാൽ മുൻകൂട്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടം കണ്ട മസ്തിഷ്കമല്ലനായ തർസൂസിലെ ശൗൽ അദ്ദേഹം മാനസാന്തര അനന്തരം അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു, കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, കർത്താവായ യേശു തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, മുന്നെഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളുടെ നിവൃത്തിയായി ഈ ലോകത്തിൽ ചരിത്രത്തിന്റെ മുഹൂർത്തത്തിൽ അവതരിച്ച് 33.5 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് 33 തിരുവയസ്സിന്റെ അന്ത്യത്തിൽ യാതൊരു അവതാര ലക്ഷ്യവുമായി ലോകത്തിലേക്ക് ആഗതനായോ ആ അവതാര പുരുഷൻ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സർവ്വയാഗങ്ങളുടെയും പരിസമാപ്തി നിലയിൽ 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഗോൽഗോഥായിലെ കാൽവറി കുന്നിന്മേൽ 2 കള്ളന്മാർ നടുവിൽ ക്രൂശിതനായി അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജയാളിയായി ജയവീരനായി മരണത്തെ വെല്ലുവിളിച്ച് ഇന്ന് സ്വർഗത്തിൽ അധീപനായി ജീവിക്കുന്നു. ഈ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ആദ്യമായി പ്രവചന രേഖകൾ പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാ: യേശു എങ്ങനെ ജനിക്കും? അവൻ സ്ത്രീയുടെ സന്തതിയായി ജനിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ദൈവകൽപ്പനയെ ലംഘിച്ച ആദ്യ മനുഷ്യർക്ക് ദൈവം സ്വർഗത്തിലെ ദൈവം നൽകിയ ആദ്യത്തെ വാഗ്ദത്തമാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ള വാഗ്ദത്തം. അത് കാണപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ ഏതാണ്ട് 15-ാമത്തെ വാക്യത്തിലാണ്, BC 4004. അത് കഴിഞ്ഞ് ഈ കർത്താവായ യേശുക്രിസ്തു ഏത് ജാതിയിൽ നിന്നാണ് ജനിക്കാൻ പോകുന്നത്? സംഖ്യാപുസ്തകം അതിന്റെ 18-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന അവരുടെ നെടുനായകനായ മോശ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളെ മേയ്പ്പാനുള്ള തലവൻ എന്റെ ജനത്തിന്റെ ഇടയിൽ തന്നെ പുറപ്പെട്ടു വരും. അതായത് അവൻ വരുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നായിരിക്കും എന്ന് അവൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 3000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് കർത്താവായ യേശു ആരിലാണ് ജനിക്കുന്നത് എന്ന് BC 740-കളിൽ ഇസ്രായേലിൽ പ്രവചിച്ച പ്രവാചകനായ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ്റെക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കും. ചരിത്രത്തിൽ ഈ സംഭവം പ്രവചനം നിവൃത്തിയായപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ മത്തായി സുവിശേഷം എഴുതി വെച്ചു: ഈ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്യുന്ന
പ്രവചനത്തിന് നിവർത്തിയാൽ തന്നെ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്ന പോലെ അത് നിവർത്തിയാകുവാൻ ഇത് സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കന്യകയുടെ സ്വതനായി യേശു ജനിക്കും എന്നുള്ളതാണ് പ്രവചനം. ഈ യേശുക്രിസ്തു ഏത് ഗോത്രത്തിലാണ് ജനിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 18 വാക്യം. അവിടെ വയസ്സനായ യാക്കോബ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും അനുഗ്രഹിച്ചു പറയുന്ന അനുഗ്രഹവാചകങ്ങൾ ഇപ്രകാരം പറഞ്ഞു: അവകാശമുള്ളവൻ വരുവോളം രാജചെങ്കോൽ യഹൂദയുടെ കാലുകൾക്കിടയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിന്റെ വംശാവലിയിൽ ഇസ്രായേലിന്റെ സന്തതി പരമ്പരയിൽ യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ കുടുംബത്തിൽ ദാവീദിന്റെ കൊച്ചുമക്കൾ ഒരുവനായി യേശു ജനിക്കുമെന്നാണ് ദൈവത്തിന്റെ പ്രവാചകന്മാർ മുൻപ് കൂട്ടി എഴുതി വെച്ചത്. ഇനി അതുമല്ല, യേശുക്രിസ്തു ആരിൽ ജനിക്കും? കന്യകയിൽ ജനിക്കും. എവിടെ ജനിക്കും? അവൻ യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിക്കും. എവിടെയാണ് ജനിക്കുന്നത്? മീഖാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 5 അധ്യായത്തിന്റെ 2 വാക്യം. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നാലും നിന്നെ മേയ്പ്പാനുള്ളവൻ നിന്റെ ജനത്തിന്റെ ഇടയിൽ തന്നെ പുറപ്പെട്ടു വരും. അവന്റെ പുറപ്പാട് പണ്ടേയുള്ളതും അതിപുരാതനവും ആയതും തന്നെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരക്ഷകനായി ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്ത ലോകരക്ഷിതാവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത് ഒരു യാദൃച്ഛിക സംഭവമായിട്ടല്ല. അവനെക്കുറിച്ച് പ്രവാചകന്മാർ മുൻപ് കൂട്ടി പറഞ്ഞിരുന്ന പ്രവചനങ്ങളുടെ നിവൃത്തി എന്ന നിലയിൽ കാലത്തിന്റെ സമ്പൂർണ്ണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി നസ്രയനായ യേശു ഈ ലോകത്തിൽ അവതാരം ചെയ്തു. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, 1996 മാർച്ച് മാസം 10-ാം തീയതി ഇവിടുത്തെ സകലമാന പത്രങ്ങളിലും ടെലിവിഷനിലും കൂടി ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വാർത്തയുണ്ടായി. ആ വാർത്ത ഇതാണ്: അയർലൻഡ് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തിലെ ജനിതക ശാസ്ത്ര ഗവേഷകശാലയായ റോസൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോക്ടർ ഇയാൻ ജെയിംസ് റോൺ ജെയിംസ് എന്ന് പറയുന്ന ഇയാൻ വിൽമുട്ട് റോൺ ജെയിംസ് എന്ന് പറയുന്ന 2 ജനിതക ഗവേഷക ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കണ്ടുപിടുത്തവുമായി രംഗത്ത് വന്നു. ഡോളി എന്ന് പറയുന്ന ആട്ടിൻകുട്ടിക്ക് ജന്മം നൽകിയെന്നാണ് ശാസ്ത്രം പറഞ്ഞത്. വർത്തമാന പത്രങ്ങളെല്ലാം വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചു. എന്തായിരുന്നു ഡോളിയുടെ പ്രത്യേകത? ഇതുവരെയുള്ള നൈസർഗികമായ പ്രജനന പ്രക്രിയയുടെ രഹസ്യം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധമാണ്. അതായത് പുരുഷ സ്ത്രീ ബന്ധമില്ലാതെ, ശാരീരിക ബന്ധമില്ലാതെ ജൈവ ശാസ്ത്ര മേഖലയിൽ, അതായത് ഒരു മനുഷ്യനോ ഒരു ജീവജന്തുക്കളോ ഒരിക്കലും ജന്മം കൊള്ളുകയില്ല. സസ്യാദികളിലും ഈ തത്വം അടിസ്ഥാനപരമായ തത്വമാണ്. മൃഗജാതികളിലെ ഈ തത്വം അടിസ്ഥാനപരമായ തത്വമാണ്. മനുഷ്യരിലും ഈ തത്വം അടിസ്ഥാനപരമായ തത്വമാണ്. പരിപക്വമായ ഒരു സ്ത്രീയുടെ അണ്ടത്തിലേക്ക് പക്വതയുള്ള പുരുഷന്റെ ബീജം രംഗപ്രവേശം ചെയ്തുകൊണ്ട് മാത്രമേ ആദ്യത്തെ ലിവിംഗ് സെല്ലായിരുന്ന സൈഗോട്ട് ഉണ്ടാവുകയുള്ളൂ. അതാണ് ജീവശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ തത്വം. മൃഗജാലകളിലും സസ്യജാലകളിലും ഈ തത്വം ബാധകമാണ്. എന്നാൽ ശാസ്ത്രലോകത്തെ കിടകിട വിറപ്പിച്ചുകൊണ്ട് 1996 മാർച്ച് മാസം 10-ാം തീയതി പത്രവൃത്താന്തങ്ങൾ എഴുതിവിട്ടു: ഇതാ, പുരുഷ സ്ത്രീ ബന്ധം കൂടാതെ ഒരു ശിശുവിന് ജന്മം കൊടുക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവിടെ പറയപ്പെടുന്ന ഈ ഇയാൻ വിൽമട്ടും ഡോക്ടർ റോൺ ജെയിംസുമാണ് റോസൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ഒരു ഡോളി എന്ന് പറയുന്ന ആട്ടിൻകുട്ടിക്ക് ജന്മം കൊടുത്തുകൊണ്ട് ഈ വാർത്ത ലോകത്തെ അറിയിച്ചത്. അതിന്റെ ജന്മവൃത്താന്തം ഇപ്രകാരമാകും. അതായത് ഒരു തലയാടിന്റെ അകടിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു കോശം, ആ കോശത്തിന്റെ ന്യൂക്ലിയസ് അങ്ങ് നീക്കി. ന്യൂക്ലിയസ് നീക്കിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശദാതാവിന്റെ നൈസർഗികമായ സ്വഭാവ സവിശേഷതകൾ ജനിക്കാൻ പോകുന്ന ശിശുവിന് ഉണ്ടാകരുത്, അതിനുവേണ്ടിയാണ് ന്യൂക്ലിയസ് നീക്കപ്പെട്ട ഈ കോശത്തെ അതേ ആടിന്റെ പരിപക്വമാകുന്ന അണ്ടത്തിലേക്ക് സന്നിവേശിപ്പിച്ചു. ആ ആട് ഗർഭം ധരിച്ചു, ഒരു ആട്ടിൻകുട്ടിയെ പ്രസവിച്ചു. അതിന്റെ പേരാണ് ഡോളി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതൃ ശരീരത്തിന്റെ അകടിൽ നിന്നെടുത്ത ന്യൂക്ലിയസ് നീക്കം ചെയ്യപ്പെട്ട DNA നീക്കം ചെയ്യപ്പെട്ട ഒരു കോശത്തെ അതേ ആടിന്റെ ഗർഭാശയത്തിലെ ഒരു പരിപക്വമായ അണ്ടത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ഒരു പൊതുസൃഷ്ടിക്ക് ശാസ്ത്രലോകം ജന്മം നൽകി. 2000 വർഷങ്ങളായി യേശു കന്യകയിൽ ജനിക്കുമെന്ന് ഞങ്ങൾ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെയൊക്കെ ആക്ഷേപിച്ച ആളുകൾ മൂക്കത്ത് വെള്ളം വെച്ച് ഓടിപ്പോവുകയാണ് ചെയ്തത്. അറിയാവോ? കന്യകാജന്യം എങ്ങനെ സാധിക്കും? പുരുഷന്റെ സംസർഗമില്ലാതെ എങ്ങനെ കന്യക ജനിക്കും? മറിയ മാത്രം നിശ്ചയിച്ചാൽ യേശു ജനിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ ആക്ഷേപിച്ച ആളുകൾക്ക് ശാസ്ത്രലോകം നൽകിയ മറുപടിയാണ് ഡോളി എന്ന് പറയുന്ന കൃത്രിമമായിരുന്ന ആട്ടിൻകുട്ടി. ഒരേ ജീവിയുടെ തനിപ്പറപ്പിനെ ക്ലോണിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലൂടെ അതിസാഹസികമായ നിലയിൽ അവതരിപ്പിക്കുവാൻ ശാസ്ത്രലോകത്തിന് ജൈവശാസ്ത്ര ലോകത്തിന് സാധിക്കുമെന്ന് ജൈവശാസ്ത്ര ലോകം അടിവരയിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചതാണ് ഡോളി എന്ന് പറയുന്ന ആൺകുട്ടിയുടെ ജന്മം. യിശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14
BC 740-കളിൽ യെരുശലേമിന്റെ രാജവീതികൾ നെടുകയും കുറയുകയും നാളോട് പ്രവചിച്ച പഴയ നിയമ കാലഘട്ടത്തിന്റെ അറിയപ്പെട്ട സുവിശേഷകൻ എന്നറിയപ്പെടുന്ന മഹാനായ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അല്ലയോ ഇസ്രായേലെ കേൾക്കുക, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ, അതായത് ദൈവം നമ്മോടുകൂടെ എന്ന് പേർ വിളിക്കപ്പെടും. പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത് മുന്നെഴുതപ്പെട്ടിരിക്കുന്ന തിരുവഴുത്തിന്റെ നിവർത്തി എന്ന നിലയിലാണ്. എഴുതപ്പെട്ടിരിക്കുന്ന തിരുവഴുത്തുകളുടെ നിവർത്തിയായി ലോകത്തിൽ സ്ത്രീയുടെ സന്തതിയായി കാലത്തിന്റെ ആ സമ്പൂർണമായ സമയത്ത് രംഗപ്രവേശം ചെയ്ത ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ധനനായ പൗലോസ്ലീഹ പറയുന്നത് പോലെ കാലത്തിന്റെ സമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് അവതാരം ചെയ്ത അവതാര പുരുഷനാണ് കർത്താവായ യേശു. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? അതുകൂടി ഞാൻ നിങ്ങൾ പറയാം. യേശുക്രിസ്തു ജനിച്ചത് പാപികളായ മനുഷ്യവർഗത്തെ തങ്ങളുടെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മുടെയൊക്കെ ഈ മലയാള മനോരമ പത്രം, അതുപോലെ മലയാള മനോരമ ആഴ്ചപ്പതിപ്പ്, ഈ ആഴ്ചപ്പതികൾ നമ്മുടെ കാണിപ്പയ്യൂരിനെ പോലെയുള്ള ആളുകൾ ആഴ്ചതോറും വാരഫലങ്ങൾ എഴുതാറുണ്ട്. എന്റെ അടുത്ത ഒരു സ്നേഹിതനുണ്ട്, എന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പത്രമില്ല. പത്രം വരുമ്പോൾ ഞായറാഴ്ച രാവിലത്തെ പത്രം വായിച്ചു ചോദിക്കും, സാറേ പത്രം വായിച്ചു കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്ന് തരാമോ? കൊടുക്കും. എന്തിനറിയാമോ? വാരഫലം നോക്കാൻ. കാണിപ്പയ്യൂർ പറയുന്നത് വാരഫലം നോക്കുന്ന ആളുകൾ 28 വർഷം എൻഫീൽഡ് ബുള്ളറ്റ് ഓടിച്ച ഞാൻ 1 പ്രാവശ്യം നോക്കി. 2 വീലർ ധരിക്കുന്നവർ ഹെൽമെറ്റ് ധരിക്കണം. അതുകൊണ്ടത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുകാർ പറയാറില്ല ഹെൽമെറ്റ് ധരിക്കണം. ധരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപകടമുണ്ടായ തല പോകും. അതിന് കാണിപ്പയ്യൂർ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ ഒരു വാഹന വിദഗ്ധന്മാരും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വാഹനങ്ങൾ പോകുന്നവർ ഇടതുവശം ചേർന്ന് പോകണം. ശരിയാ, അതല്ല ഇവിടുത്തെ റോഡുകളിൽപ്പെട്ട നിയമങ്ങളാണ്. ഞാൻ പറയട്ടെ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ പറയുന്നത്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് എഴുതിയ പ്രവചനങ്ങളെല്ലാം അക്കമിട്ട് എഴുതപ്പെട്ട പ്രവചനങ്ങൾ അതുപോലെ ചരിത്രത്തിൽ നിവർത്തിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന ശ്രീ മഹാത്മാഗാന്ധി അദ്ദേഹം ഗുജറാത്തിലെ പോർബന്തറിൽ ജനിക്കുമെന്നും അവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ മഹാരാജ്യ നഗരിയായിരുന്ന ലണ്ടനിലേക്ക് അദ്ദേഹം കപ്പൽ കയറി പോകുമെന്നും അവിടെ അദ്ദേഹം പോയി കേംബ്രിഡ്ജിൽ ബാരിസ്റ്റർ ലോയ്ക്ക് പഠിക്കുമെന്നും അതിനുശേഷം മടങ്ങി ഇന്ത്യയിലേക്ക് വരുമെന്നും സുഭാഷ് ചന്ദ്രബോസ് മുതലായ ആളുകളോട് ചേർന്നുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുമെന്നും ഇന്ത്യൻ രാഷ്ട്ര ജനതയെ അടിമപ്പെടുത്തി നൂറ്റാണ്ടുകൾ ഭരിച്ച ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്തുനിന്ന് രക്തരഹിത സമരാങ്കണത്തിലൂടെ ഇവിടുന്ന് തുരത്തിക്കളയുമെന്നും അതിനുശേഷം 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തരുമെന്നും 1948 ജനുവരി മാസം 30-ാം തീയതി പതിവ് പോലെ ബിർളാമന്ദിരത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അദ്ദേഹം വെടിയുണ്ടയേറ്റ് മരിക്കുമെന്ന് ഇവിടുത്തെ ജ്യോത്സ്യന്മാരാരും മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ശ്രീ മഹാത്മാഗാന്ധി അന്നത്തെ പ്രാർത്ഥന ഒരു പക്ഷെങ്കിലും മാറ്റിവെക്കുമായിരുന്നു. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു, അവനെ സംബന്ധിച്ച് അവൻ എങ്ങനെ ജനിക്കും, എവിടെ ജനിക്കും, എപ്പോൾ ജനിക്കും, ആരുടെ മകനാൽ ജനിക്കും, ഏത് സമയത്ത് ജനിക്കും, ഏത് രാഷ്ട്രത്തിൽ ജനിക്കും, ഏത് കുടുംബത്തിൽ ജനിക്കും, അവന്റെ ഐഹികമായ പിതൃതലമുറ എവിടെയായിരിക്കും, ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരുന്നു. മുന്നെഴുതപ്പെട്ടിരിക്കുന്ന തിരുവഴുത്തുകളുടെ നിവർത്തി എന്ന വണ്ണം കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ സ്ത്രീയുടെ സന്തതിയായി ലോകത്തെ സന്ദർശിച്ച നസ്രയനായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. എന്തിനാണ് മനുഷ്യനായി അവതരിച്ചത്? യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് അതിപ്രധാനമായ 3-4 ലക്ഷ്യങ്ങളുണ്ട്. വളരെ വേഗത്തിൽ കമ്പിവാചകം പോലെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1, പാപിയായ മനുഷ്യവർഗത്തിന് പരിശുദ്ധനായ ദൈവത്തെ കാണിച്ചു കൊടുക്കുക. പാപിയായ മനുഷ്യന് ഒരിക്കലും തന്റെ പാപമയമായ നഗ്നനയനങ്ങളെ കൊണ്ട് പരിശുദ്ധനായ ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ ഇപ്രകാരം ദൈവം മോശയോട് പറഞ്ഞു, അതായത് ഒരു മനുഷ്യന് നിശ്ചയമായും ഒരിക്കലും ദൈവത്തെ കാണാൻ കഴിയുകയില്ല. ദൈവത്തെ കണ്ടിട്ട് ആർക്കും ഒരിക്കലും ജീവിക്കാൻ കഴിയുകയില്ല. അപ്പൊ പരിശുദ്ധനായ ദൈവം, ആ ദൈവത്തിന്റെ സവിശേഷതയെക്കുറിച്ച് വേദപുസ്തകം വന്നിരിക്കുന്നത് 1000 കോടി സൂര്യപ്രഭയുള്ളവനാണ്. തിമോഥെയോസിന്റെ ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 14 മുതൽ വാക്കിൽ പറയുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരാണ്. അങ്ങനെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന 1000 കോടി സൂര്യപ്രഭയുള്ള പരിശുദ്ധനായ ദൈവം തമ്പുരാനെ പാപിയായ മനുഷ്യന്റെ മാംസചക്ഷുസ്സുകൾ കൊണ്ട് ഒരിക്കലും കാണാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യന്റെ ചിലകാല അഭിലാഷത്തിന്റെ നിവർത്തി എന്ന നിലയിൽ മനുഷ്യന് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ ദൈവം മനുഷ്യനായി അവതരിച്ച അവതാരമാണ് കർത്താവായ യേശു. അതാണ് യേശു പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ ദൈവത്തെ കാണുവാൻ പാപിയായ മനുഷ്യരിക്കലും സാധിക്കുകയില്ല.
അപ്പൊ ചില കാലമായി പരിശുദ്ധനായ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച മനുഷ്യരാശിക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ അക്ഷരീകമായി ദൈവം മനുഷ്യനായി വധിച്ച അവതാര പുരുഷനാണ് കർത്താവായ യേശു. 2, യേശു ക്രിസ്തു ജനത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം ക്രിസ്തു ജനിച്ചത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുകയാണ്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, എന്നാൽ ലോകാവസാനത്തിൽ സ്വന്തം യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കലായിട്ട് പ്രത്യക്ഷനായി. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു പാപത്തിന്റെ പരിഹാരകനായ രക്ഷകനാണ്. 3, ദൈവത്തിനും മനുഷ്യനും മധ്യയുള്ള വിടവ് നികത്തുവാൻ പാപം നിമിത്തമുണ്ടായ ഭയങ്കരമായ വിടവ് നികത്തി സ്വർഗത്തെയും ഭൂമിയെയും പരസ്പരം നിബന്ധിപ്പിക്കുന്ന ഒരു പാലമായി തീരുവാൻ കർത്താവായ യേശു മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു. 4 റോമാലേഖന 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുകയാണ്, സർവ്വസൃഷ്ടിയെയും ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശു ക്രിസ്തു അവിടുന്ന് ലോകത്തിൽ വന്നത് ഈ ചതുർവിധ ഉദ്ദേശങ്ങളുടെ നിവർത്തിക്ക് വേണ്ടിയാണ്. അവിടുന്ന് കാലത്തിന്റെ തികവെങ്കിൽ കന്യകാസുതനായി ലോകത്തിൽ അവതരിച്ച് 33 വയസ്സ് വരെ ലോകത്തിൽ ജീവിച്ച് മാനവജാതിയുടെ മുമ്പാകെ താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാകുന്നു അവകാശവാദം പ്രഖ്യാപിച്ച് 33 തിരുവയസ്സിന്റെ അന്ത്യത്തിൽ കാൽവരിയിലെ ഗോൽഗോഥായിലേക്ക് ഭാര്യമേറിയ മരക്കുരിശിഴുന്നതുകൊണ്ട് അവിടുന്ന് പോകുകയും 2 കള്ളന്മാരിൽ ക്രൂശിക്കപ്പെടുകയും അരിമത്തിയിലെ യോസേഫ് എന്ന് പറയുന്ന പ്രശസ്തനായ റോമൻ മന്ത്രിയുടെ കല്ലറയിൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും 3-ാമത്തെ ദിവസം മരിച്ചതിൽ നിന്ന് ആദ്യമായി അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. 40 ദിവസങ്ങൾ നിരന്തരമായി തന്റെ അരിമ ശിഷ്യന്മാർക്കും ഗലീലയിൽ 500-ലധികം ആളുകൾക്കും പ്രത്യക്ഷനായ ശേഷം അവൻ ഒലിവ് മലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു. പോകുന്നതിന് മുമ്പ് ഇപ്രകാരം പറഞ്ഞു, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചാലും ജീവിക്കും. മരണം മനുഷ്യജീവിതത്തിന്റെ അവസാനമല്ല. 3 അക്ഷരവും ഒരു അനുസ്വാരവും കൊണ്ട് അവസാനിക്കുന്ന മരണമെന്ന വാക്ക് വാസ്തവത്തിൽ മനുഷ്യജീവിതത്തിന്റെ അവസാനമല്ല. ഇതിന്റെ അപ്പുറത്തേക്ക് മനുഷ്യന്റെ ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടി ലോകരക്ഷിതാവായ ഏകരക്ഷിതാവായ യേശു ക്രിസ്തു മുഖമാണെന്നും അവൻ മുഖാന്തരമില്ലാതെ ആർക്കും സ്വർഗരാജ്യ പ്രവേശനം സാധ്യമല്ലെന്നും ലോകത്തോട് പരസ്യമായി പ്രഖ്യാപിച്ച ശേഷം അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. ആ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിപ്പിക്കും. ആ സുവിശേഷ സന്ദേശം നിങ്ങളെയും അറിയിക്കേണ്ട വഴിയാണ് ഞങ്ങൾ ഇവിടെ കടന്നുവന്നത്. ഞങ്ങളെ സശ്രദ്ധം ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇന്നുവരെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ലാത്തവർ നിങ്ങളുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ലോകരക്ഷിതാവായി ഉദയം ചെയ്ത നസറേയനായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏകനാഥനും കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മരണം വിട്ട് നിത്യജീവനിലേക്കുള്ള പ്രവേശനം സൗജന്യം. ഇല്ല എങ്കിൽ അതിഭയാനകമായ ഒരു നരകത്തിയെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുള്ള ഭയനിർദ്ദേശം ആവർത്തിച്ച് ഓർപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശാന്തമായി ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വാക്കിൽ നന്ദി അറിയിക്കുന്നു. ഇവിടെ അനുഗ്രഹീതമായ സന്ദേശം നൽകിയ ES തോമസ് സാറിനോടുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. കടന്നുവന്ന ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.